വ്യത്യസ്തമായ ഒരു ഔഷധച്ചെടിയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പേര് സാമുദ്രപ്പച്ച. പ്രത്യേകതരം വളർച്ചാ രീതിയാണിതിന്. ആദ്യത്തെ 1-2 വർഷം കുറ്റിച്ചെടിയായും പിന്നീട് തണ്ടുകൾ താഴേക്ക് വീണ വള്ളിച്ചെടിയായും വളരുന്ന പ്രകൃതമാണിതിന്. ഇലയാണ് ഏറ്റവും ഔഷധയോഗ്യമായ ഭാഗം. എങ്കിലും വേരും ചെടി സമൂലവും ഔഷധാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നു. വൃദ്ധധാരക, വൃദ്ധദാരു, വൃഷ്യഗന്ധ, സമുദ്രഫല, സമുദ്രപാലക, സമുദ്രവള്ളി എന്നെല്ലാം സംസ്കൃതത്തിൽ ഇതിന് വിവിധ പേരുകളുണ്ട്. വാർദ്ധക്യത്തെ അകറ്റാൻ സഹായിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഇവയെല്ലാം. ഇപ്പോൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഇതിന് കഴിവുള്ളതായി തെളിയിച്ചിരിക്കുന്നു. അഗൈരിയ നെർവോസ എന്നാണ് ഇതിൻ്റെ സസ്യനാമം. ഇംഗ്ലീഷിൽ എലിഫന്റ് ക്രീപ്പർ എന്ന് പറയുന്നു. ഇന്ത്യയാണ് സാമുദ്രപ്പച്ചയുടെ ജന്മദേശം. ഇലകൾ വലുതും തുകൽ പോലെ കട്ടിയുള്ളതും ഹൃദയാകാരവും ഇലകളുടെ അടിവശം വെളുത്ത രോമാവൃതവുമാണ്. ആനച്ചെവിയുടെ വലിപ്പമുള്ള ഇലകളാണ് ഇതിന് എലിഫന്റ് ക്രീപ്പർ എന്ന പേര് കിട്ടാൻ കാരണവും. പൂക്കൾക്ക് കൊമ്പുവാദ്യത്തിൻ്റെ ആകൃതിയാണ്. പിങ്ക് നിറം. ജൂലൈ മുതൽ ഡിസംബർ വരെയും മാർച്ച് ഏപ്രിലിലുമാണ് പൂക്കാലം. വരണ്ട പ്രദേശങ്ങളിലും നനവുള്ള സ്ഥലങ്ങളിലുമെല്ലാം ഇത് ഒരുപോലെ കാണപ്പെടുന്നു. തണ്ട് മുറിച്ച് കഷ്ണങ്ങൾ നട്ടും വിത്തുകൾ പാകിയുമാണ് പുതിയ ചെടികൾ വളർത്തുന്നത്. അതിപ്രധാനമായ ഒരു രസായന ഔഷധിയാണ് സാമുദ്രപ്പച്ച. നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സന്ധിവാതം, ചർമ്മ സംബന്ധമായ വ്യാധികൾ, ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പുറമെ ആരോഗ്യവർദ്ധിനിയും ഉത്തേജകവും കൂടെയാണിത്. ആമവാദത്തിനുള്ള അജമോദാദി വടകത്തിൽ ഇത് ചേരുവയാണ്. ഇതുപയോഗിച്ച് അജമോദാദി ചൂർണവും തയ്യാറാക്കുന്നുണ്ട്. മികച്ച വേദനാ സംഹാരിയും നീർവീക്കം കുറയ്ക്കാൻ കഴിവുമുള്ള ഔഷധി കൂടിയാണിത്. നീർവീക്കം, സന്ധിവാതം, പ്രമേഹം, ശക്തിക്ഷയം, അസ്ഥിസ്രാവം, വെരിക്കോസ് വെയിൻ തുടങ്ങി വിവിധ രോഗങ്ങളുടെ ചികിത്സയിൽ ഇത് ഉപയോഗിച്ചു വരുന്നു. പരമ്പരാഗത ആയുർവേദ ചികിത്സാ വിധികളിൽ ഇതിൻ്റെ വേരും വിത്തുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. വിത്തിൽ എർഗോളിൻ വിഭാഗത്തിൽപ്പെട്ട നിരവധി ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. വേര് പൊടിച്ചതിനു പുറമെ വേരുപയോഗിച്ച് തയ്യാറാക്കുന്ന പൂച്ചുമരുന്ന് ചർമ്മരോഗങ്ങളുടെ ചികിത്സയിലും മുറിവുകൾ ഉണക്കാനും ഉത്തമമാണ്. ചെടി സമൂലം കഷായം വെച്ചത് നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ സഹായിക്കും. ചുമ സംഹാരിയാണ് ഇതിൻ്റെ വേര് പൊടിച്ച് തേനും ചേർത്തെടുക്കുന്ന മിശ്രിതം. സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ചെടിയുടെ കഴിവാണ് ഇതിനെ പല പരമ്പരാഗത ഔഷധങ്ങളിലും ചേരുവയാക്കിയിരിക്കുന്നത് എന്ന് കാണാം. ഇങ്ങനെ ഗുണങ്ങൾ നിരവധിയുണ്ടെങ്കിലും ഔഷധി എന്ന നിലയ്ക്കുള്ള സാമുദ്രപ്പച്ചയുടെ ഉപയോഗം നിർബന്ധപൂർവം ഒരു വൈദ്യശാസ്ത്ര വിദഗ്ധന്റെ മേൽനോട്ടത്തിൽ തന്നെ ആകണം എന്നോർക്കുമല്ലോ. വൃദ്ധദാരുകാദ്യ സമഘൃതം, അജമോദാദി വടകം, വൃദ്ധദാരുക കൽപ്പ, ആഭാതി ചൂർണം എന്നിവയെല്ലാം ഇത് ചേരുവയാക്കി തയ്യാറാക്കുന്ന ആയുർവേദ മരുന്നുകളാണ്. വിത്തുപാകിയും തണ്ട് മുറിച്ച് നട്ടുമാണ് ഇത് വളർത്തുക. മുറിച്ചെടുക്കുന്ന ആരോഗ്യമുള്ള തണ്ട് 4-5 ദിവസം തണലിൽ സൂക്ഷിക്കും. മുറിവായ ഒന്ന് വാടി അവിടെ കാലസ് അഥവാ കട്ടിയുള്ള തൊലി ഉണ്ടാകുന്നതിന് വേണ്ടിയാണിത്. എന്നിട്ട് ഈ തണ്ട് സാധാരണ പോട്ടിംഗ് മിശ്രിതത്തിൽ നട്ടാൽ മതി. ആദ്യം കുറച്ച് ദിവസം കുറേശ്ശെ വെള്ളം കൊടുക്കുക. 5-6 ആഴ്ച കഴിയുമ്പോഴേക്കും ഇതിൽ പുതിയ വേരുകൾ പൊട്ടി വളരുന്നത് കാണാം. ചെടിയുടെ വളർച്ച നോക്കി അത്യാവശ്യം വള്ളികൾ മുറിച്ചു വളർത്തിയാൽ ഇത് നിയതമായ രൂപത്തിൽ ഒതുങ്ങി വളരുകയും ചെയ്യും.